എല്ലാവർക്കും 9ാം ക്ലാസ്സിലെ ഫിസിക്സ് പാഠഭാഗങ്ങളിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ 4ാമത്തെ പാർട്ടിലോട്ട് പോവാണ്. ഈ പാഠം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, ആർക്കിമിഡീസ് തത്വം, പ്ലവന തത്വം എന്നിവയാണ് നോക്കുന്നത്. ആദ്യം ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ആർക്കിമിഡീസ് ഒരു ഗ്രീക്ക് മാത്തമാറ്റീഷ്യൻ, ഫിലോസഫർ, ഇങ്ങനെ പല മേഖലകളിൽ തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമായിട്ട് ഒതുക്കി നിർത്താൻ പറ്റില്ല. അദ്ദേഹം ഒരു വെഴ്സറ്റൈൽ ജീനിയസാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊരു ലഘു വിവരണം നമ്മുടെ പുസ്തകത്തിലുള്ളത് വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് അദ്ദേഹം ആവിഷ്കരിച്ച ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പുസ്തകത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്നുള്ളത് നോക്കാം. ആർക്കിമിഡീസ് തത്വം എന്നാൽ നമുക്കൊരു പരീക്ഷണത്തിലൂടെ അല്ലെങ്കിൽ ആക്ടിവിറ്റിയിലൂടെ ആ തത്വത്തിലേക്ക് എത്തും. അതിനായിട്ട് ഞാനൊരു വസ്തു എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാരം 10 ന്യൂട്ടനാണ്. ഭാരം 10 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ എയറിൽ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അതിൻ്റെ ഭാരം കണക്കാക്കിയാൽ 10 ന്യൂട്ടൺ കിട്ടും എന്നല്ല. ഈ വസ്തുവിൻ്റെ ഭാരം ഒരു ബീക്കർ എടുത്തിരിക്കുന്ന ദ്രാവകത്തിൽ താഴ്ത്തി കണ്ടത്, അത് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ കിട്ടിയ ഭാരം 5 ന്യൂട്ടൺ എന്നിരിക്കും. 5 ന്യൂട്ടൺ. ഇതിലോട്ട് ഈ വസ്തു താഴ്ത്തുമ്പോഴേക്കും ഈ ഒറിഫൈസ് വഴി, ഈ ദ്വാരം വഴി ജലം അല്ലെങ്കിൽ ഏത് ഫ്ലൂയിഡാണ് എടുത്തിരിക്കുന്നത് കവിഞ്ഞൊഴുകും. ആ കവിഞ്ഞൊഴുകുന്ന ജലം വസ്തു ആദേശം ചെയ്ത ജലം എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ കവിഞ്ഞൊഴുകിയ ജലം എന്ന് പറയും. വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറയും. അത് മറ്റൊരു പാത്രത്തിൽ, ഒരു അളവ് ജാറിൽ നമ്മൾ ശേഖരിക്കും. അപ്പോൾ വായുവിലെ ഭാരം 10 ന്യൂട്ടൺ, ഫ്ലൂയിഡിലെ ജലത്തിലെ ഭാരം 5 ന്യൂട്ടൺ. അപ്പോൾ ലോസ് ഓഫ് വെയിറ്റ്, ഭാരനഷ്ടം 5 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ ബോയിലന്റ് ഫോഴ്സ് 5 ന്യൂട്ടൺ. അപ്പോൾ ഈ വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിന്മേൽ അനുഭവപ്പെടുന്ന ബോയിലന്റ് ഫോഴ്സ് 5 ന്യൂട്ടൺ. ഇനി ഈ കവിഞ്ഞൊഴുകിയെത്തിയ ദ്രവം ഉണ്ടല്ലോ, ജലം ഉണ്ടല്ലോ, അതിൻ്റെ ഭാരം നമ്മൾ കണക്കാക്കുന്നിരിക്കട്ടെ. ഒരു സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തിരിക്കട്ടെ. അല്ലെങ്കിൽ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പോൾ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഭാരം, കവിഞ്ഞൊഴുകിയ ജലത്തിൻ്റെ ഭാരം, ആദേശം ചെയ്യപ്പെട്ട ജലത്തിൻ്റെ ഭാരം, വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്, weight of water displaced by this object when it was immersed in the fluid, അതും 5 ന്യൂട്ടൺ എന്നാണ് കിട്ടിയത്. ഈ ടേബിൾ അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ? നോക്കൂ, ഒരു വസ്തു ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ, പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ മുങ്ങിയിരിക്കുമ്പോൾ, ഇവിടെ പൂർണ്ണമായിട്ടോ എന്നിരിക്കണം, ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം, ബോയന്റ് ഫോഴ്സ്, അത് ആ വസ്തു ആദേശം ചെയ്ത ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമാണ്. ഇതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. When a body is fully or partially immersed in a fluid, the buoyant force acting on it will be equal to the weight of liquid displaced by that body. This concept is known as Archimedes principle. അപ്പോൾ അടുത്ത് നോക്കേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വം എന്നാൽ എന്ത് എന്നാണ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ഓബ്ജക്റ്റ് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ വെയിറ്റ് 10 ന്യൂട്ടൺ. ഒരു ഫ്ലൂയിഡ് എടുത്തിരിക്കുന്നു. അതിൽ ഇത് താഴ്ത്തി വെക്കാം. അപ്പോൾ അതിന്മേൽ ബോയിന്റ് ഫോഴ്സ് ആക്ട് ചെയ്യും. ഈ ബോഡി ഇതിനകത്തുള്ള ഫ്ലൂയിഡിനെ ഡിസ്പ്ലേസ് ചെയ്യും. ഇതാണ് സാധാരണ സംഭവിക്കുക. ഒരു ബോഡിയെ ഒരു ഫ്ലൂയിഡിൽ താഴ്ത്തി വെക്കുമ്പോൾ 3 സിറ്റുവേഷൻസ് അറൈസ് ചെയ്യും. ഒന്നാമത്തെ സിറ്റുവേഷൻ, ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ബോയന്റ് ഫോഴ്സ് ലെസ് ദാൻ വെയിറ്റ് ഓഫ് ബോഡി. ബോയിലന്റ് ഫോഴ്സ് ബോഡിയുടെ വെയിറ്റിനേക്കാൾ കുറവാണ്.
രണ്ടാമത്തെ കേസ് ബോയന്റ് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ വെയിറ്റ് ഓഫ് ബോഡി. മൂന്നാമത്തെ കേസ് ബോയന്റ് ഫോഴ്സ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ബോഡി. ഇങ്ങനെ 3 സിറ്റുവേഷൻസ് അറേഞ്ച് ചെയ്യാം. ഈ 3 സിറ്റുവേഷൻസിൽ എന്തൊക്കെ സംഭവിക്കും? ബോയന്റ് ഫോഴ്സ് വെയിറ്റ് ഓഫ് ബോഡിയേക്കാൾ കുറവാണ്. സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിചയമുള്ള റിയൽ ലൈഫ് സിറ്റുവേഷൻ, ഒരു നാണയം ജലത്തിൽ മുക്കിയിട്ട് ആ കൈ നമ്മൾ റിലീസ് ചെയ്യും. ആ കേസിൽ നാണയത്തിന്മേൽ അനുഭവപ്പെടുന്ന ബോയന്റ് ഫോഴ്സ് ആ നാണയത്തിൻ്റെ വെയിറ്റിനേക്കാൾ കുറവായിരിക്കും. എന്താണ് സംഭവിക്കുക? ബോഡി വിൽ സിങ്ക്. ബോഡി ആ ദ്രവത്തിൽ പൊങ്ങിപ്പോകും. ഈ ബോയന്റ് ഫോഴ്സ് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ നമുക്ക് ഇങ്ങനെയും പറയാം: വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്, വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ലെസ് ദാൻ വെയിറ്റ് ഓഫ് ബോഡി. ആ കേസിൽ ബോഡി സിങ്ക് ചെയ്യും, മുങ്ങിപ്പോകും. ഇനി അടുത്ത കേസ് നോക്കാം. ബോയന്റ് ഫോഴ്സ് വെയിറ്റ് ഓഫ് ബോഡിയേക്കാൾ കൂടുതൽ. ബോയന്റ് ഫോഴ്സ് വെയിറ്റ് ഓഫ് ബോഡിയേക്കാൾ കൂടുതലാണ്. അതിൻ്റെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ ജലത്തിനുള്ളിൽ താഴ്ത്തി വെക്കുന്നു, എന്നിട്ട് ആ കൈ അങ്ങ് റിലീസ് ചെയ്യും. അപ്പം എന്ത് സംഭവിക്കും? ആ ബോഡി മുകളിലോട്ട് ഉയരും. ആ കുപ്പി സർഫസിലോട്ട് ഉയർന്നു വരും. ദെൻ ഫ്ലോട്ട്. ഇവിടെ നമ്മൾ ഈ കണ്ടീഷൻ മാറ്റി എഴുതി കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ലെസ് ദാൻ വെയിറ്റ് ഓഫ് ബോഡി, ലെസ് ദാൻ അല്ല, ഗ്രേറ്റർ ദാൻ ബോഡി ആയിരുന്നു. അപ്പോഴാണ് ഈ ബോഡി മുകളിലോട്ട് ഉയർന്നത്, പിന്നെ ഫ്ലോട്ട് ചെയ്യുന്നത്. അവിടെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്: ആ ബോഡി ഉയർന്നു വന്ന ശേഷം, ബോട്ടിലാണെങ്കിൽ ഇങ്ങനെ ഉയർന്നു വന്ന ശേഷം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യും. ഒന്നുകൂടെ കണ്ടീഷൻ ഒന്നുകൂടെ പറയുകയാണ്: ബോയന്റ് ഫോഴ്സ് വെയിറ്റ് ഓഫ് ബോഡിയേക്കാൾ കൂടുതൽ. ആ കണ്ടീഷൻ നമ്മൾ കൈ റിലീസ് ചെയ്തു, ബോഡി റിലീസ് ചെയ്തു. ഈ ബോഡി റൈസ് ചെയ്യും, ഇവിടെ വന്ന് ഫ്ലോട്ട് ചെയ്യും. ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഇനിഷ്യലി ബോയന്റ് ഫോഴ്സ് അഥവാ വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ഗ്രേറ്റർ ദാൻ എന്തായിരുന്നു? വെയിറ്റ് ഓഫ് ബോഡി ആയിരുന്നു. ഈ കണ്ടീഷനിൽ ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് അത് ഈക്വൽ ആണ്. വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് വെയിറ്റ് ഓഫ് ബോഡിക്ക് തുല്യം. ഈ കണ്ടീഷനിൽ ബോഡി റൈസ് ചെയ്ത ശേഷം അതിൻ്റെ കുറച്ചു ഭാഗം ഫ്ലൂയിഡിനുള്ളിലായിരിക്കും. ഇത്രയും വോള്യമാണ് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ഫ്ലൂയിഡിൻ്റെ വോള്യം. ഈ ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ഈ ബോഡിയുടെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ആ കണ്ടീഷനിൽ ഫ്ലോട്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ബോയന്റ് ഫോഴ്സ് ലെസ് ദാൻ വെയിറ്റ് ഓഫ് ബോഡി, അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ലെസ് ദാൻ വെയിറ്റ് ഓഫ് ബോഡി, ബോഡി വിൽ സിങ്ക്. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ബോയന്റ് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ വെയിറ്റ് ഓഫ് ബോഡി. ആ കണ്ടീഷൻ, അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ഗ്രേറ്റർ ദാൻ എന്താണ്? വെയിറ്റ് ഓഫ് ബോഡി. ആ കണ്ടീഷനിൽ ബോഡി എന്ത് ചെയ്തു? മൂവ്സ് അപ്വേർഡ്സ് ദെൻ ഫ്ലോസ്. ഈ ഫ്ലോട്ട് ചെയ്യുന്ന ആ സമയത്ത്, അല്ലെങ്കിൽ ബോഡി അതിന് ശ്രമിക്കുമെന്ന്. എന്തിനു ശ്രമിക്കും? ഈ ബോഡി ഡിസ്പ്ലേസ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വെയിറ്റ്, ബോഡി ഡിസ്പ്ലേസ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വെയിറ്റ് ഓഫ് ദി ബോഡിക്ക് തുല്യമാകുന്ന ആ കണ്ടീഷനിൽ എത്താനായിട്ട് ശ്രമിക്കും. അങ്ങനെ എത്തിയിട്ട് ഫ്ലോട്ട് ചെയ്യും. ഇനി അടുത്ത കണ്ടീഷൻ, ബോയന്റ് ഫോഴ്സ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ബോഡി. ആ കണ്ടീഷൻ എന്താണ് സംഭവിക്കുക? ആ കണ്ടീഷനിൽ വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ബോഡി. ആ കണ്ടീഷനിൽ എന്ത് സംഭവിക്കും? ആ കണ്ടീഷനിൽ ബോഡിയെ നമ്മൾ എവിടെയാണോ വയ്ക്കുന്നത് അവിടെ സ്ഥിതി ചെയ്യും, അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ദ ബോഡി ക്യാൻ റിമെയിൻ എനിവെയർ ഇൻ ദ ഫ്ലൂയിഡ് എന്നാണ്. നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ബോഡി നിന്നോളൂ. സർഫസിലാണ് നിൽക്കുന്നതെങ്കിൽ പൂർണ്ണമായി മുങ്ങി ആ സർഫസിനെ നിന്നോളൂ. ഇതാണ് കണ്ടീഷൻ. നമ്മളിപ്പോൾ കണ്ട ഈ കൺസെപ്റ്റുകളെയാണ്
പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇത് 3 പ്രിൻസിപ്പിൾസ് ആയിട്ട് അല്ലെങ്കിൽ 3 സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടാണ് പറയുക. അപ്പോൾ ഈ കൺസെപ്റ്റ് ഞാൻ ഒരിക്കൽ പറയാം, ഈ 3 കൺസെപ്റ്റ്. എന്നിട്ട് നമ്മുടെ പുസ്തകത്തിൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്നതിന് നൽകിയിരിക്കുന്ന ഡെഫിനേഷൻ ഇവിടെ പറയാം. അപ്പോൾ ബോയിങ് ഫോഴ്സ് വെയിറ്റ് ഓഫ് ബോഡിയേക്കാൾ കുറവാണ് എങ്കിൽ, അതായത് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് വെയിറ്റ് ഓഫ് ബോഡിയേക്കാൾ കുറവാണെങ്കിൽ ബോഡിക്ക് തൻ്റെ ഭാരത്തിന് തുല്യമായ ഭാരം ജലത്തെ ആദേശം ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ബോഡി സിങ്ക് ചെയ്യും. അടുത്ത കണ്ടീഷൻ എന്താണ്? ബോയിങ് ഫോഴ്സ് വെയിറ്റ് ഓഫ് ദി ബോഡിയേക്കാൾ കൂടുതലാണ്, അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് വെയിറ്റ് ഓഫ് ബോഡിയേക്കാൾ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? അങ്ങനെയാണെങ്കിൽ സംഭവിക്കുന്നത് ബോഡി നമ്മൾ എവിടെയാണോ വെക്കുന്നത് അവിടെ നിന്ന് റൈസ് ചെയ്യും. ഉള്ളിലാണ് വെക്കുന്നതെങ്കിൽ റൈസ് ചെയ്യും. ഏതുവരെ റൈസ് ചെയ്യും? ബോഡി ഡിസ്പ്ലേസ് ചെയ്യുന്ന, ആദേശം ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് ബോഡിയുടെ വെയിറ്റിന് തുല്യമാകുന്നവരെ അത് മുകളിലേക്ക് ഉയരും. ദെൻ ഇറ്റ് വിൽ ഫ്ലോട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, weight of fluid displaced by the body, അത് weight of body equal ആണോ, then the body will float. Then buoyant force weight of body equal ആണോ എന്നിരിക്കട്ടെ, ബോഡിയെ താഴ്ത്തി വെക്കുമ്പോൾ അതിന്മേൽ ആക്ട് ചെയ്യുന്ന buoyant force പിന്നെ അതിൻ്റെ വെയിറ്റിന് ഈക്വൽ. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ നെയ്തർ റൈസ് നെയ്തർ മൂവ് ഡൗൺ. അത് ഉയരുകയില്ല, അത് താഴുകയില്ല. അത് എവിടെ വെക്കുന്നു അവിടെ തന്നെ വെക്കുന്നു. അതല്ല എങ്കിൽ നമ്മൾ ഫ്ലോട്ടിംഗ് പൊസിഷനിൽ സർഫസിലാണ് വെക്കുന്നതെങ്കിൽ ആ ലെവലിന് പൂർണ്ണമായിട്ട് ആ ലെവലിലോട്ട് താഴ്ന്ന് വാട്ടർ ലെവലിലോട്ടെത്തും. അവിടെ അത് അങ്ങനെ നിൽക്കും. അപ്പോൾ ആ കണ്ടീഷനിൽ വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്ന വെയിറ്റ് ഓഫ് ബോഡിക്ക് തുല്യമായിരിക്കും. ഈ പറഞ്ഞ കൺസെപ്റ്റിനെ ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ ദാറ്റ് കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോൺ ആസ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. എന്താണ്? വെൻ എ ബോഡി ഫ്ലോട്ട്സ് ഇൻ എ ഫ്ലൂയിഡ്, ഒരു വസ്തു ഒരു ഫ്ലൂയിഡിൽ ഫ്ലോട്ട് ചെയ്യുമ്പോൾ, ഒരു ദ്രവത്തിൽ ഒരു വസ്തു പൊങ്ങിക്കിടക്കുമ്പോൾ വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദി ബോഡിക്ക് ഈക്വൽ ആയിരിക്കും. വെൻ എ ഫ്ലൂയിഡ് ഫ്ലോട്ട്സ് in a fluid, in a body floats in a fluid, the weight of fluid displaced will be equal to its weight. ഒന്ന് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ, ബോഡിക്ക് ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ ബോഡിയുടെ ഭാരത്തിന് തുല്യമായ ഭാരം ഫ്ലൂയിഡിനെ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പുസ്തകത്തിൽ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഒരു അലൂമിനിയം ഫോയിൽ, ഈ അലൂമിനിയം ഫോയിലിനെ നമ്മൾ ചുരുട്ടി ഒരു പന്ത് പോലെ ആക്കി വാട്ടറിൽ വെച്ചാൽ അത് മുങ്ങിപ്പോകും. എന്താണ് അതിൻ്റെ കാരണം? അതിനെ ചുരുട്ടി വെക്കുമ്പോൾ അതിൻ്റെ വോള്യം വളരെ കുറവാണ്. അപ്പോൾ അതിനെ ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന വാട്ടറിൻ്റെ അളവ് കുറവാണ്. അതുകൊണ്ട് തന്നെ വാട്ടറിൻ്റെ വെയിറ്റും കുറവായിരിക്കും. ഒരിക്കലും ആ അലൂമിനിയം ബോളിന് അവൻ്റെ ഭാരത്തിന് തുല്യമായ അളവ് ഭാരം ജലത്തെ ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഈ അലൂമിനിയം ഫോയിലിനെ നമ്മളൊരു പാത്രം പോലെ, വെസല് പോലെ ആക്കിയിട്ടാണ് വെള്ളത്തിൽ വെക്കുന്നതെങ്കിൽ അതൊരു ചെറിയ വള്ളം പോലെ, കളിവെള്ളം പോലെ അതിങ്ങനെ പൊങ്ങിക്കിടക്കും. എന്തുകൊണ്ടാണ്? അതിനെ നിവർത്തി വെള്ളം പോലെ ആക്കുമ്പോൾ, അല്ലെങ്കിൽ പാത്രം പോലെ ആക്കുമ്പോൾ അതിൻ്റെ സൈസ് കൂടുകയാണ്, അതിൻ്റെ വോള്യം കൂടുകയാണ്, ഡെൻസിറ്റി കുറയുകയാണ്, ഓവറോൾ ഡെൻസിറ്റി കുറയുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അതിന് കൂടുതൽ വാട്ടറിനെ, ഫ്ലൂയിഡിനെ ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ബോഡി ഫ്ലോട്ട് ചെയ്യും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. അപ്പോൾ പറഞ്ഞ 2 പോയിന്റുകൾ മനസ്സിലാക്കുക. ഒന്ന് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആയിരുന്നു. എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ? വെൻ എ ബോഡി ഈസ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ്, the buoyant force experienced by it is equal to the weight of fluid displaced. Second concept, the principle of flotation. A body floats in a fluid when it displaces a fluid having weight equal to its own weight. And a body will float on fluid when it displaces, and when the weight of fluid displaced is equal to the weight of the body itself. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. ഈ 2 കൺസെപ്റ്റുകളുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ചോദ്യങ്ങൾ നമ്മുടെ പുസ്തകത്തിലുണ്ട്. ഒന്ന്, ഒരു ഓബ്ജക്റ്റിന്, ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോൺ, അതിനെ
ജലത്തിൽ ഭാരക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അതായത് വായുവിൽ നമ്മൾ കല്ലിൻ്റെ ഭാരം നോക്കുന്നു, അതിനെ വെള്ളത്തിനകത്താക്കിയിട്ട് ഭാരം നോക്കുന്നു. വെള്ളത്തിനകത്തായിരിക്കുമ്പോൾ ഭാരം കുറവാണ്. എന്താണ് കാരണം? കാരണം വേറൊന്നുമല്ല, വെള്ളത്തിനകത്തായിരിക്കുമ്പോൾ ആ ബോഡിയിൽ എന്താക്ട് ചെയ്യും? ബോയിൻ ഫോഴ്സ് ആക്ട് ചെയ്യും. അതുകൊണ്ട് ഒബ്സർവ്ഡ് വെയിറ്റ് കുറയും. ആക്ച്വൽ വെയിറ്റ് അല്ല കുറയുന്നു, ഒബ്സർവ്ഡ് വെയിറ്റ് നമുക്ക് തോന്നുന്ന വെയിറ്റ് കുറയുന്നതാണ്. വെൻ ദ സ്റ്റോൺ ഈസ് ഇൻസൈഡ് വാട്ടർ ഇറ്റ് എക്സ്പീരിയൻസസ് ബോയിൻ ഫോഴ്സ്. സിൻസ് ബോയിൻ ഫോഴ്സ് കോസസ് ലോസ് ഓഫ് വെയിറ്റ്, വി ഫീൽ എ ലോസ് ഓഫ് വെയിറ്റ് ഫോർ സ്റ്റോൺ. ഇനി മുട്ട, എഗ്ഗ് സാധാരണ ജലത്തിൽ പ്യുവർ വാട്ടറിൽ മുങ്ങിപ്പോവും. അതേ സമയത്ത് പിന്നെ ഉപ്പുവെള്ളത്തിൽ അത് പൊങ്ങിക്കിടക്കും. ആവശ്യത്തിന് ഡെൻസിറ്റിയുള്ള ഉപ്പുവെള്ളത്തിൽ അത് പൊങ്ങിക്കിടക്കും. എന്തുകൊണ്ട്? എപ്പോഴാണ് പൊങ്ങിക്കിടക്കുന്നത്? ഒരു ഓബ്ജക്റ്റ് ഒരു ഫ്ലൂയിഡിൽ പൊങ്ങിക്കിടക്കുന്നത് എപ്പോൾ? വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി, വെയിറ്റ് ഓഫ് ദി ബോഡി ഈക്വൽ ആണോ? അതായത് ഒരു വസ്തുവിന് തൻ്റെ ഭാരത്തിന് തുല്യം ഭാരം ലിക്വിഡിനെ ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കാൻ കഴിയുന്നുവോ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്, അതിന് പൊങ്ങിക്കിടക്കാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ട് എഗ്ഗ് സിങ്ക് ചെയ്യുന്നു പ്യുവർ വാട്ടറിൽ, എന്തുകൊണ്ട് ഫ്ലോട്ട് ചെയ്യുന്നു സലൈൻ വാട്ടറിൽ? എന്ത് പറയാം നമുക്ക്? ഇൻ സലൈൻ വാട്ടർ ദ എഗ് ഈസ് ഏബിൾ ടു ഡിസ്പ്ലേസ് എ സർട്ടൻ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് വിച്ച് ഹാസ് സെയിം വെയിറ്റ് ആസ് its own weight. For this reason, in saline water, it is able to float. ഇനി ഡെൻസിറ്റിയുടെ ടേംസിൽ ഇതിന് ഉത്തരങ്ങൾ പറയാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഒരു കൺസെപ്റ്റ് പഠിക്കുമ്പോൾ ആ കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് ഉത്തരങ്ങൾ പറയാൻ ശീലിക്കുക. അതിൽ നിന്ന് അടുത്ത കൺസെപ്റ്റിലോട്ട് നമുക്ക് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് വെയിറ്റ് ഓഫ് ബോഡി, ആ കൺസെപ്റ്റ് ചെയ്യുന്ന ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഡെൻസിറ്റി ഓഫ് ബോഡി, ആ കൺസെപ്റ്റിലോട്ട് മാറിയിട്ട് ഇതിൻ്റെ ഉത്തരം പറയാൻ സാധിക്കും. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു വസ്തു ഒരു ദ്രവത്തിൽ മുങ്ങിപ്പോകുന്ന സിറ്റുവേഷൻസ് എന്താണ്? നമ്മൾ വെക്കുന്ന വസ്തു ആ ദ്രവത്തിൻ്റെ ഡെൻസിറ്റിയേക്കാൾ ഉയർന്ന ഡെൻസിറ്റി ഉള്ളതാണെങ്കിൽ താഴ്ന്നു പോകും. ഈ കേസിൽ നാണയം ജലത്തിൽ ഡെൻസിറ്റി വെക്കുന്ന വസ്തുവിൻ്റെ ഡെൻസിറ്റി എന്താണെങ്കിൽ കുറവാണെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്യും, പൊങ്ങിക്കിടക്കും. ഡെൻസിറ്റി ആ ദ്രവത്തിൻ്റെ ഡെൻസിറ്റി ഈക്വൽ ആണെങ്കിൽ അത് ഫ്ലൂയിഡിൽ എവിടെയാണോ വെക്കുക അവിടെ തന്നെ സ്ഥിതി ചെയ്യും. മറ്റ് ഡിസ്റ്റർബിങ് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല എങ്കിൽ. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ശുദ്ധജലത്തിൽ മുട്ട താഴ്ന്നു പോകുന്നു, എന്തുകൊണ്ട് സലൈൻ വാട്ടറിൽ പൊങ്ങി വരുന്നതിന് ഇപ്പോൾ ഫ്ലോട്ട് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് എഗ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് സലൈൻ വാട്ടർ. ഫോർ ദിസ് റീസൺ ഇറ്റ് ഫ്ലോട്ട്സ് എന്ന് പറഞ്ഞാലും മതി. അതിൽ നിന്ന് ഈ കൺസെപ്റ്റിലോട്ട് വരാൻ സാധിക്കും. പക്ഷെ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് റൊട്ടേഷൻ പഠിച്ചതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് പറയുകയാണ്. സലൈൻ വാട്ടറിൽ അതിനെന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? അതിൻ്റെ വെയിറ്റിന് തുല്യമായ അളവ് ഭാരമുള്ള ജലത്തെ ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നു, അതുകൊണ്ട് ഫ്ലോട്ട് ചെയ്യുന്നത്. മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. എന്താണ് കാരണം? അവിടെ ഈ കെറോസിന് അതിൻ്റെ ഭാരത്തിന് തുല്യമായ, അത് മിക്സ് ചെയ്യാൻ അത് ഇമ്മിക്സിബിൾ ലിക്വിഡ്സ് ആണ് വാട്ടറും ഈ പറഞ്ഞ കെറോസിന്. അപ്പോൾ ഈ മണ്ണെണ്ണ നമ്മൾ ജലത്തിന് മുകളിൽ ഒഴിക്കുമ്പോൾ രണ്ട് ഓബ്ജക്റ്റുകൾ പോലെ, രണ്ട് വസ്തുക്കളായിട്ടാണ് ആക്ട് ചെയ്യുക. മണ്ണെണ്ണയ്ക്ക് തൻ്റെ ഭാരത്തിന് തുല്യമായ ഭാരം ജലത്തെ എന്ത് ചെയ്യാൻ സാധിക്കും? ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കാൻ സാധിക്കും, അതുകൊണ്ട് അത് ഫ്ലോട്ട് ചെയ്യും. അല്ല ഡെൻസിറ്റി ടേംസിൽ പറഞ്ഞ ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് വാട്ടർ, സോ ഇറ്റ് ഫ്ലോട്ട്സ് എന്ന് പറയാം. കപ്പൽ ജലത്തിൽ പോയി കപ്പൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പല വസ്തുക്കളുടെയും ഇൻഡിവിജ്വൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് വാട്ടറിൻ്റെ ഡെൻസിറ്റിയേക്കാൾ കൂടുതലാണ്. മെറ്റൽസ് ഉപയോഗിക്കുന്നുണ്ട്, പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഡെൻസിറ്റി, പലതിൻ്റെയും ഡെൻസിറ്റി എന്ന് പറയുന്നത്, കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന പല വസ്തുക്കളുടെയും ഡെൻസിറ്റി എന്ന് പറയുന്നത് വാട്ടറിൻ്റെ ഡെൻസിറ്റിയേക്കാൾ, അല്ലെങ്കിൽ സലൈൻ വാട്ടറിൻ്റെ ഡെൻസിറ്റിയേക്കാൾ കൂടുതലാണ്. എന്നിട്ടും കപ്പൽ പൊങ്ങിക്കിടക്കുമെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് പൊങ്ങിക്കിടക്കുന്നു? ഷിപ്പ് ഈസ് ഏബിൾ ടു ഡിസ്പ്ലേസ് വാട്ടർ ഹാവിങ് വെയിറ്റ് ഈക്വൽ ടു ഇറ്റ്സ് ഓൺ വെയിറ്റ്. അതുകൊണ്ട് അതിനുള്ള ഓപ്ഷനുണ്ട്, അതിന് കഴിയുന്നുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകത കാരണം അതിന് സാധിക്കുന്നത് കൊണ്ട്. അല്ല എങ്കിൽ ദ ഓവറോൾ ഡെൻസിറ്റി ഓഫ് ഷിപ്പ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. സലൈൻ വാട്ടറിന് 1025 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഷിപ്പിൻ്റെ ഓവറോൾ ഡെൻസിറ്റി, അതിൻ്റെ ടോട്ടൽ മാസ് ടോട്ടൽ വോളിയം റേഷ്യോ എടുക്കുമ്പോൾ കിട്ടുന്ന ആ റേഷ്യോ ഡെൻസിറ്റി എന്ന് പറയുന്നത് വാട്ടറിൻ്റെ ഡെൻസിറ്റി അപേക്ഷിച്ച് കുറവായിട്ട് വരത്തക്ക വണ്ണമാണ് കൺസ്ട്രക്ട് ചെയ്യുക. അതുകൊണ്ട് ഓവറോൾ ഡെൻസിറ്റി ഓഫ് ഷിപ്പ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് സലൈൻ വാട്ടർ. ഫോർ ദിസ് റീസൺ ഷിപ്പ് ഫ്ലോട്ട്സ് ഓൺ ദി സീ വാട്ടർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയാണ് ഈ കൺസെപ്റ്റ്. അപ്പോൾ ഈ സെക്ഷനിൽ നോക്കിയ കാര്യങ്ങൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ.
ഈ കൺസെപ്റ്റുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ ഈ സെഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരത്തിലോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത സെഷൻ നമുക്ക് നോക്കേണ്ടത് പാസ്കൽസ് ലോ ആണ്. പാസ്കൽസ്